അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന പുതിയ സ്വിഫ്റ്റിൽ 4 സിലിണ്ടർ എഞ്ചിൻസ് അവൈലബിൾ ആയിരിക്കില്ല, പകരം Z സീരീസിലുള്ള 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ റെസ്പോൺസ് ചെറിയ രീതിയിൽ കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പോളോ 3 സിലിണ്ടർ ആയിട്ട് നല്ല രീതിയിൽ പവർ കിട്ടുന്നുള്ളൂ എന്നുള്ള കാര്യം. പോളോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ടർബോ ചാർജർ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ വഴിയാണ് ഫ്യൂല് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 3 സിലിണ്ടർ ആണെങ്കിൽ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് വണ്ടിക്ക് സാധിക്കും. ഇവിടെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള 1.2 ലിറ്റർ കപ്പാസിറ്റിയുള്ള Z സീരീസ് എഞ്ചിനാണ് സ്വിഫ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ റെസ്പോൺസ് നല്ല രീതിയിൽ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വളരെ ലോ കോസ്റ്റ് മതി, സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ മൈലേജ് കിട്ടാൻ നിങ്ങൾ കിട്ടും. ഇതിന് ഏകദേശം 27 km/ലിറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. പണ്ടത്തെ സ്വിഫ്റ്റിന് 4 സിലിണ്ടർ ആയിരുന്ന സമയത്ത് ഏകദേശം 22 സ്ട്രെയിറ്റ് റോഡുകളിൽ കിട്ടിയിരുന്നു മൈലേജ്. എന്നിരുന്നാലും അവർ ആ ഒരു കോസ്റ്റ് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ ഇത്തവണ 3 സിലിണ്ടർ എഞ്ചിൻ ഇറക്കിയിട്ട്